ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എജ്യു സ്റ്റാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ LDCയുടെ പ്രിലിമിനറി എക്സാം ഫെബ്രുവരി 20, 25, മാർച്ച് 6, 13 എന്നീ തീയതികളിൽ എക്സാം എഴുതാൻ സാധിക്കാത്ത സ്റ്റുഡൻസിന്, അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടും എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് PSC വീണ്ടും 5ാം ഘട്ട പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞിട്ട് 3/7/2021 നടത്തുന്നുണ്ട്. അപ്പോൾ എഴുതാൻ ആഗ്രഹിച്ചിട്ടും ചാൻസ് മിസ്സായി പോയവർക്ക് വളരെ വലിയൊരു ഗോൾഡൻ ചാൻസ് ആണിത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ട് അങ്ങനെ എക്സാം എഴുതാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഞാൻ എക്സാം എഴുതാൻ പോയ സെൻറ്റർ ഇവിടെ കുറ്റ്യാടി അപ്പുറം ഏതൊരു അധികം ഒരു മലയുടെ മുകളിലുള്ളൊരു സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ബസ് അങ്ങോട്ടുള്ള ബസ് റൂട്ടൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു റോഡ് പണിയായിട്ട് അവിടെ ബസ്സൊന്നും ഇല്ലായിരുന്നു. ഞാൻ വണ്ടി പോയതുകൊണ്ടാണ് എത്തിയത്. ഒരുപാട് ചേച്ചിമാരൊക്കെ ഓടി വന്നിട്ട് ലേറ്റായിട്ട് നമ്മുടെ റൂൾ പ്രകാരം കേട്ടിരുന്നല്ലോ, അപ്പോൾ കരഞ്ഞു പോയ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് PSC ഇപ്പോൾ തരുന്നത്. അപ്പോൾ എല്ലാവരും എഴുതാൻ പറ്റാത്തവരൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞാൻ തിരുവിതാംകൂറാണ് സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിനെ കുറിച്ച് എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് കൂടി കടന്നിട്ട് തിരുവിതാംകൂറും ഇമ്പോർട്ടൻ്റ് ആണ്, INCയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് തീർക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ INC സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തു, ഞാനും കേട്ടിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. അവളൊരു ടോപ്പിക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല എടുത്തത്, വൈഡായിട്ടാണ് എടുത്തത്. തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ഐഡിയ ആ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, നമുക്ക് INCയിലേക്ക് കിടക്കാം. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയെ കുറിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്ന പദം ഉടലെടുത്തു വന്നത് നോർത്ത് അമേരിക്കയിൽ നിന്നാണ്. കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സേഫ്റ്റി വാൾവ് തിയറി. കോൺഗ്രസ് എന്ന പദം രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? നോർത്ത് അമേരിക്ക. കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിയറിയാണ് സേഫ്റ്റി വാൾവ് തിയറി, അതായത് സുരക്ഷാ വാൾവ് സിദ്ധാന്തം. കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1885 ഡിസംബർ 28 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അതായത് അതിനു മുൻപ് 1884 വരെ അറിയപ്പെട്ടിരുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അപ്പോൾ 1885 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് INC രൂപീകരിച്ചത്. INC രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയായിരുന്നു. അവിടെ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതിനാലാണ് INC രൂപീകരണം ബോംബെയിലേക്ക് മാറ്റിയത്. അപ്പോൾ എന്നാണ് INC രൂപീകരിച്ചത്? 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് INC രൂപീകരിച്ചത്. പൂനെയിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതിനാലാണ് INCയുടെ രൂപീകരണം ബോംബെയിലേക്ക് മാറ്റിയത്. അപ്പോൾ INCയുടെ സ്ഥാപകൻ ആരാണ്? AO ഹ്യൂം. ആരാണ് AO ഹ്യൂം? അലൻ ഒക്ടോവിയോ ഹ്യൂം. അദ്ദേഹം ഇന്ത്യയിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കൂടാതെ ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയായിരുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നും പോപ്പ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്നും അറിയപ്പെടുന്നത് ആരാണ്? AO ഹ്യൂം ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നും പോപ്പ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്നും അറിയപ്പെടുന്നത് AO ഹ്യൂം ആണ്. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് സ്ട്രേ ഫീദേഴ്സ് ആൻഡ് ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ. സ്ട്രേ ഫീദേഴ്സും ദ ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യയും. ഓക്കെ, അപ്പോൾ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? AO ഹ്യൂം. അദ്ദേഹമാണ് സ്ഥാപകനും കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറിയും ആദ്യ സമ്മേളനത്തിൽ പ്രസംഗിച്ച വ്യക്തിയും ആരാണ്? AO ഹ്യൂം ആണ്. കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിയും ആദ്യ സമ്മേളനത്തിൽ പ്രസംഗിച്ച വ്യക്തിയും ആരാണ്? AO ഹ്യൂം ആണ്. കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. ഉമേഷ് ചന്ദ്ര ബാനർജി. ആരാണ്? ഉമേഷ് ചന്ദ്ര ബാനർജി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് ആണ്. ആരാണ്? ക്രിസ്ത്യൻ പ്രസിഡന്റ് ആണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന പേര് ഏതായിരുന്നു? റിയോ പ്രഭുവിൻ്റെതായിരുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന പേര് റിയോ പ്രഭുവിൻ്റെതാണ്. ഓക്കെ, നമ്മുടെ INC രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? INC രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. അദ്ദേഹം INCയെ വിശേഷിപ്പിച്ച എന്താണ്? അദ്ദേഹം INCയുടെ രൂപീകരണത്തെ വിശേഷിപ്പിച്ച എന്തായിരുന്നു?
മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. എന്താണ് വിശേഷിപ്പിച്ചത്? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ബാലഗംഗാധര തിലകൻ. 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് അശ്വനി കുമാർ ദത്ത്. യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചതാരാണ്? യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് അരവിന്ദ ഘോഷ്. കോൺഗ്രസ് ആയുധമെടുക്കാതെ ആഭ്യന്തര കലാപം നടത്തുകയാണെന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസ് ആയുധമെടുക്കാതെ ആഭ്യന്തര കലാപം നടത്തുകയാണെന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. അപ്പോൾ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ഡഫറിൻ പ്രഭു. കോൺഗ്രസ് രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആണ് ഡഫറിൻ പ്രഭു. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് അശ്വനി കുമാർ ദത്ത്. അവധിക്കാല വിനോദ പരിപാടി ബാലഗംഗാധര തിലകൻ. യാചകരുടെ സംഘടന അരവിന്ദ ഘോഷ്. കോൺഗ്രസ് ആയുധമെടുക്കാതെ ആഭ്യന്തര കലാപം നടത്തുകയാണെന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണെന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനാണ് ആര്? പട്ടാഭി സീതാരാമയ്യർ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനാരാണ്? പട്ടാഭി സീതാരാമയ്യർ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് നമ്മുടെ ദാദാഭായ് നവറോജി. ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ? ദാദാഭായ് നവറോജി. ഉത്തരേന്ത്യയുടെ വന്ധ്യവയോധികനാണ് കൻവർ സിംഗ്. ഉത്തരേന്ത്യയുടെ വന്ധ്യവയോധികനാണ് കൻവർ സിംഗ്. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ ജി സുബ്രഹ്മണ്യ അയ്യറും പശ്ചിമേന്ത്യയുടെ വന്ധ്യവയോധികൻ എം ജി റാനഡെ. ആരാണ്? എം ജി റാനഡെ. ഓക്കെ, അപ്പോൾ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു മലയാളിയും ജി പി പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു മലയാളിയും ജി പി പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ് ജി പി പിള്ള. കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? കെ പി കേശവമേനോന്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ജി പി പിള്ളയും കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോനും. തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാണ് ജി പി പിള്ള. തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാണ് ജി പി പിള്ള. ജി പി പിള്ള ആരംഭിച്ച പത്രമാണ് മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ്. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ജി പി പിള്ളയും കെ പി ശങ്കരമേനോനുമാണ്. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ധർമ്മരാജാവ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ജി പി പിള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. കാരണം ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതൊക്കെ പി എസ് സിക്ക് ആവശ്യപ്പെട്ട INC അല്ലെങ്കിൽ പോലും പി എസ് സിക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ജി പി ഇതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ നമുക്ക് INC യിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ INC യുടെ ഔദ്യോഗിക ചരിത്രകാരനാരായിരുന്നു? പട്ടാഭി സീതാരാമയ്യർ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹമാണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. ഓക്കെ, അപ്പോൾ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് നമ്മുടെ ദാദാഭായ് നവറോജി. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രായം കൂടിയ പ്രസിഡന്റ് സീതാറാം കേസരിയും സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രായം കുറഞ്ഞ പ്രസിഡന്റ് രാജീവ് ഗാന്ധിയുമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആരാണ്? രാജീവ് ഗാന്ധി. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സമ്മേളനത്തിന് വേദിയായ നഗരം ഡൽഹിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഡൽഹി. അപ്പോൾ 1885 ഡിസംബർ 28 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് INC രൂപീകരിക്കുന്നത്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ട്. ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ WC ബാനർജിയും ആദ്യ സമ്മേളനത്തിലെ സെക്രട്ടറി ആരാണ്? AO ഹ്യൂമാണ്. ആദ്യ പ്രസിഡന്റ് ആകാൻ നിർദ്ദേശിച്ചിരുന്ന വ്യക്തി റിയോ പ്രഭുവാണ്.
ഓക്കെ, നമുക്ക് ആദ്യ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ആദ്യ പ്രമേയം അവതരിപ്പിച്ച ജി സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, നമുക്ക് രണ്ടാം സമ്മേളനത്തിലേക്ക് പോകാം. 1886 INCയുടെ രണ്ടാം സമ്മേളനം നടക്കുന്നത്. INCയുടെ രണ്ടാം സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്ത. INCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിന് വേദിയായ നഗരം എവിടെയാണ്? കൊൽക്കത്ത. അധ്യക്ഷൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി. INCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി. കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹൂഗ്ലി നദിയുടെ തീരങ്ങളിൽ എന്ന പുസ്തകം രചിച്ചതാരാണ്? റുഡിയാർഡ് ക്ലിപ്പിംഗ്. ആരാണ് രചിച്ചത്? റുഡിയാർഡ് ക്ലിപ്പിംഗ്. കൊൽക്കത്തയുടെ പഴയ പേരാണ് കാളിഘട്ട്. കൊൽക്കത്തയുടെ പഴയ പേരാണ് കാളിഘട്ട്. കൊൽക്കത്ത നഗരത്തിന്റെ ശില്പിയാണ് ജോബ് ചാർണോക്ക്. കൊൽക്കത്ത നഗരത്തിന്റെ ശില്പിയാണ് ആര്? ജോബ് ചാർണോക്ക്. കൊൽക്കത്ത ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി മാറ്റിയ വർഷം 1774. ആരാണ് മാറ്റിയത്? വാറൻ ഹേസ്റ്റിംഗ്. അപ്പോഴത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്. കൊൽക്കത്തയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഹർഡിഞ്ച് പ്രഭു രണ്ടാമൻ. കൊൽക്കത്തയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഹർഡിഞ്ച് പ്രഭു രണ്ടാമൻ 1911. പ്രഖ്യാപിച്ച ഇംഗ്ലണ്ട് രാജാവാണ് ജോർജ് അഞ്ചാമൻ. ഇത് നമ്മൾ ഗവർണർ ജനറലും വൈസ്രോയീസും പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂട്ടോ. ഇപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെയും പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി. ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക ചിന്തകൻ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനൊക്കെ നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെയും പിതാവ്, ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി, ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക ചിന്തകൻ, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഹൗസ് ഓഫ് കോമൺസിലേക്കാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹൗസ് ഓഫ് കോമൺസിലേക്ക് ലിബറൽ പാർട്ടി പ്രതിനിധിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലിബറൽ പാർട്ടി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസിഡർ. ബ്രിട്ടനിലെ ഇന്ത്യയുടെ ആദ്യത്തെ അനൗദ്യോഗിക അംബാസിഡറാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ ഫേമസ് പ്രസിദ്ധീകരണമാണ് വോയിസ് ഓഫ് ഇന്ത്യ. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേമസ് പ്രസിദ്ധീകരണമാണെന്ത്? വോയിസ് ഓഫ് ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകനാണ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ സ്ഥാപകനാണ് നവറോജി. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്യാൻ പ്രകാശ് മണ്ഡലി എന്ന സംഘടന ആരംഭിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്യാൻ പ്രകാശ് മണ്ഡലി എന്ന സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് ഡ്യൂട്ടീസ് ഓഫ് സോക്രട്ടീസ്. ഡ്യൂട്ടീസ് ഓഫ് സോക്രട്ടീസും പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾസ് ഇൻ ഇന്ത്യ. ഡ്യൂട്ടീസ് ഓഫ് സോക്രട്ടീസും പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾസ് ഇൻ ഇന്ത്യ. ദെൻ ഓക്കെ, നമുക്ക് INCയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ 1886 കൊൽക്കത്ത സെഷൻ അധ്യക്ഷനാരായിരുന്നു? ദാദാഭായ് നവറോജി. ഓക്കെ, INCയുടെ 1887 മൂന്നാം സെഷൻ നടക്കുന്നത് എവിടെയാണ്? മൂന്നാം സെഷൻ നടക്കുന്നത് മദ്രാസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. വേദിയായ നഗരം മദ്രാസ്. കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്. കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്. മദ്രാസ് ചെന്നൈയായി മാറിയ വർഷം എന്നാണ്? മദ്രാസ് ചെന്നൈയായി മാറിയത് 1996 മദ്രാസ് ചെന്നൈയായി മാറിയത്. ചെന്നൈ നഗരത്തിന്റെ ശില്പി ആരാണ്? ഫ്രാൻസിസ് ഡേ. ചെന്നൈ നഗരത്തിന്റെ ശില്പി ഫ്രാൻസിസ് ഡേ. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായത് ബദ്രുദ്ദീൻ തിയാബ്ജി. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായത് ബദ്രുദ്ദീൻ തിയാബ്ജി. കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റാണ് ബദ്രുദ്ദീൻ തിയാബ്ജി. 1887 INC സെഷൻ മദ്രാസ്. INC സമ്മേളനത്തിന് വേദിയാകുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ്. അധ്യക്ഷൻ ബദ്രുദ്ദീൻ തിയാബ്ജിയാണ്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിം വ്യക്തിയാണ് ബദ്രുദ്ദീൻ തിയാബ്ജി. 1887 മദ്രാസ് സെഷൻ അധ്യക്ഷൻ ബദ്രുദ്ദീൻ തിയാബ്ജി. 1888 INCക്ക് വേദിയായ നഗരമാണ് അലഹബാദ്. 1888 വേദിയായ നഗരം അലഹബാദ്. അധ്യക്ഷൻ ജോർജ് യൂള്. പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂള്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശിയാണ് ആര്? ജോർജ് യൂള്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശിയാണ് ആര്? ജോർജ് യൂള്. 1888 വേദി അലഹബാദ്.
അലഹബാദിൻ്റെ പഴയകാല നാമം എന്തായിരുന്നു? പ്രയാഗ്. ഇപ്പോൾ വീണ്ടും അലഹബാദിൻ്റെ പേര് പ്രയാഗ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നഗരം എന്ന് അർത്ഥം വരുന്ന ഈ പേര് നൽകിയതാരാണ്? അക്ബർ ചക്രവർത്തി. അള്ളാഹുവിൻ്റെ നഗരം എന്നർത്ഥം വരുന്ന ഈ പേര് നൽകിയത് അക്ബർ ചക്രവർത്തിയാണ്. നമ്മുടെ കുംഭമേള നടക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് അലഹബാദ്. കുംഭമേള നടക്കുന്ന മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നാസിക്, ഉജ്ജയിനി, ഹരിദ്വാർ. നാസിക്, ഉജ്ജയിനി, ഹരിദ്വാർ, അലഹബാദ്. നാസിക് മഹാരാഷ്ട്രയാണ്, ഉജ്ജയിനി മധ്യപ്രദേശ്, ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, അലഹബാദ് ഉത്തർപ്രദേശ്. ഓക്കെ 1889 INC സെഷന് വേദിയായിരുന്ന നഗരമാണ് ബോംബെ. 1889 INC സെഷൻ നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്. അധ്യക്ഷൻ വില്യം വെഡർബേർഡ്. ആരാണ് അധ്യക്ഷൻ? വില്യം വെഡർബേർഡ്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേർഡ്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേർഡ്. പോരാത്തതിന് 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയും വില്യം വെഡർബേർഡ് ആണ്. 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയുമാരാണ്? വില്യം വെഡർബേർഡ്. 1911 INC പ്രസിഡന്റ് ആകുന്നതും വില്യം വെഡർബേർഡ് തന്നെയാണ്. അല്ല, 1911 1910 അലഹബാദ് സെഷന്റെ അധ്യക്ഷനും വില്യം വെഡർബേർഡ് ആണ്. അപ്പോൾ 2 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയും വില്യം വെഡർബേർഡ് ആണ്. ഫസ്റ്റ് ടൈം 1889 ബോംബെ സെഷനും, രണ്ടാമത്തെ തവണ 1910 അലഹബാദ് സെഷനും അധ്യക്ഷൻ വില്യം വെഡർബേർഡ്. ഓക്കെ, അപ്പോൾ നല്ല ഉൾക്കടൽ എന്നർത്ഥം വരുന്ന ബോംബാഫിയ എന്ന പദത്തിൽ നിന്നാണ് ബോംബെ എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത്. പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം കഴിച്ചതിന് ഇംഗ്ലണ്ടിലെ രാജകുമാരനായ ചാൾസിന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണിത് ബോംബെ. പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം കഴിച്ചതിന് ഇംഗ്ലണ്ട് രാജകുമാരനായ ചാൾസിന് സ്ത്രീധനം കിട്ടിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ. AD 1661. നല്ല ഉൾക്കടൽ എന്നർത്ഥം വരുന്ന ബോംബാഫിയ എന്ന പദത്തിൽ നിന്നാണ് ബോംബെ എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത്. ഇങ്ങനെ ആദ്യമായി വിളിച്ചത് ആരാണ്? ഫ്രാൻസിസ് ഡി അൽമേഡ. ബോംബെ എന്ന് ആദ്യമായി വിളിച്ചത് ഫ്രാൻസിസ് ഡി അൽമേഡ. പ്രാചീന കാലത്ത് ഗലങ്കുജ കാക്കാമുജി എന്നറിയപ്പെട്ടിരുന്നത് ബോംബെ ആയിരുന്നു. ഗലങ്കുജ കാക്കാമുജി. ഇപ്പം ബോംബെ അറിയപ്പെടുന്ന പേര് അറിവിൻ്റെ നഗരം, കുറ്റകൃത്യങ്ങളുടെ നഗരം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി, ഇന്ത്യയുടെ ഹോളിവുഡ്, പടിഞ്ഞാറൻ ഇന്ത്യയുടെ വാതിൽ, 7 ദ്വീപുകളുടെ നഗരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനിയുണ്ട് ഒരുപാട് സെഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. 1947 അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്തുള്ളതും ഒരുപാട് കാര്യങ്ങളുണ്ട് എടുക്കാൻ. അപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് INC തീർക്കണം. വീഡിയോ കുറച്ച് സ്പീഡായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എടുത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 3 ദിവസം കൊണ്ട് INC കംപ്ലീറ്റ് ചെയ്യണം ഇതുകൊണ്ടാണ്. അപ്പോൾ INC ഇൻട്രസ്റ്റിംഗ് ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുക. റിപ്പീറ്റേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത് കൊണ്ടാണ് കുറച്ച് റിപ്പീറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ താങ്ക് യു.